നമസ്കാരം പ്രിയരെ. എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഇന്നത്തെ കഥയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ഇർഷാദ്. എനിക്ക് 28 വയസ്സുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മടത്തറ എന്ന കൊച്ചു ഗ്രാമത്തിൽ താമസിക്കുന്നു. എൻ്റെ വീട്ടിൽ ഉപ്പായും ഉമ്മായും ഒരു പെങ്ങളുമുണ്ട്. പെങ്ങൾ എൻ്റെ ഇളയതാണ്. അവളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിൽ താമസിക്കുന്നു. ഉപ്പായ്ക്ക് മരക്കച്ചവടമാണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വല്ലപ്പോഴും ബാപ്പായെ സഹായിക്കാൻ പോകും. അങ്ങനെ ഇരിക്കെയാണ് വീടിന്റെ തൊട്ടടുത്തൊരു പുതിയ താമസക്കാർ വന്നത്. 40-40 വയസ്സുള്ള ഒരു ഇത്തായും അവരുടെ കെട്ടിയോനും 2 കുട്ടികളും. കൂട്ടത്തിൽ അവരുടെ നാത്തൂനും ഉണ്ടായിരുന്നു. ഇത്തായുടെ പേര് ഹസീന. നല്ല തടിച്ച ശരീരവും കാണാൻ നല്ല സൗന്ദര്യവുമുള്ള ഒരു യുവതിയായിരുന്നു ഹസീനാത്ത. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും അവരെ ഇഷ്ടം തോന്നും. ഹസീനാത്തയുടെ കെട്ടിയോൻ സൗദിയിലാണ്. താമസത്തിന് വന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് കക്ഷി നല്ല പുള്ളിയൊന്നുമല്ല. ആള് ചെറിയൊരു ഉടായിപ്പാണ്. ഇത്ത താമസത്തിന് വന്ന് എൻ്റെ ഉമ്മ അവിടുത്തെ സ്ഥിരം സന്ദർശകയായി. ആ ലേബലിൽ ഞാനും വല്ലപ്പോഴുമൊക്കെ അവിടെയൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇത്താടെ മൊബൈൽ നമ്പർ ഞാൻ പതുക്കെ കൈവശപ്പെടുത്തി. പെട്ടെന്ന് കയറി അങ്ങ് ഫോൺ വിളിക്കാനുള്ള പേടി കൊണ്ട് കുറച്ചു ദിവസം ഞാൻ അനങ്ങാൻ പോയില്ല. ദിവസവും രാത്രിയിൽ വിചാരിക്കും ഇന്നൊന്ന് വിളിക്കണമെന്ന്. പക്ഷെ അതിനുള്ള ധൈര്യം സമയമാവുമ്പോൾ അങ്ങ് ചോർന്നു പോകും. പിന്നെ വിചാരിക്കും നാളെ എന്തായാലും പകലൊന്ന് വിളിക്കണമെന്ന്. പക്ഷെ നേരം വെളുത്ത് കഴിയുമ്പോൾ നെഞ്ചു കിടന്ന് പടപടാന്നിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം പടച്ചോനെയെല്ലാം മനസ്സിൽ വിചാരിച്ച് ഇന്ന് എന്തായാലും ഒന്ന് വിളിക്കണമെന്ന് തീരുമാനിച്ചു. പ്രതികരണം എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇത്തായെ വിളിച്ചു. ഇത്ത ഫോൺ എടുത്തു. ഇത്താടെ ആ മധുരമനോഹരമായ ഹലോ എന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. ശകല നേരം ഞാൻ മിണ്ടാതെ അങ്ങനെ നിന്നു. വീണ്ടും ഇത്താടെ ഹലോ വിളി കേട്ടപ്പോൾ ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇത്താ, ഞാനാ ഇർഷാദ്. ഏതിർഷാദ്? ഇത്താടെ ചോദ്യം. അതുകൂടി കേട്ടപ്പോൾ ഞാൻ ആകെ സ്തംഭിച്ചു. പിന്നീട് ഉള്ള ധൈര്യം വീണ്ടെടുത്ത് ഞാൻ പറഞ്ഞു, ഇത്തായ്ക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ വീടിന്റെ വടക്കുവശം താമസിക്കുന്ന ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വരുമല്ലോ. ഓ, നീയോ? പെട്ടെന്ന് നിന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ആദ്യം കത്തിയില്ലടാ. അതുമല്ല, നീ ആദ്യമായിട്ടല്ലേ ഫോണിൽ വിളിക്കുന്നത് തന്നെ. ആ, എന്താ പതിവില്ലാതൊരു വിളി? എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ചിന്തിച്ച് നിന്നു ഞാൻ. തുടക്കത്തിലേ കയറി വല്ല പഞ്ചാര വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോഴത് പ്രശ്നമാകും. അതുകൊണ്ട് നോക്കിക്കണ്ട് ഇടപെടണം. ഇത്താടെ സ്വഭാവം നമ്മൾക്ക് നല്ല രീതിയിൽ അറിയില്ലല്ലോ. അതുകൊണ്ട് മാന്യമായൊക്കെ സംസാരിക്കണം. ഞാൻ ഓർത്തു. ഇത്താ, ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. എന്താടാ കാര്യം? ഇത്താ, നിങ്ങളുടെ കുടുംബ വീടിനടുത്ത് പേട്ടിലെന്ന് പറയുന്ന ഒരു വീടറിയാവോ? എന്താടാ കാര്യം? ഇത്താ ചോദിച്ചു. ഇത്താ, അവിടുത്തെ സക്കീർ എന്ന് പറയുന്ന ഒരു പയ്യൻ വന്ന് എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ നിക്കാഹ് ആലോചിച്ചു. ഇത്താടെ വീടിനടുത്തുള്ള പയ്യനായതുകൊണ്ട് ഒന്ന് തിരക്കാൻ വേണ്ടി വിളിച്ചതാ. അവന്റെ വാപ്പാടെ പേരെന്തുവാടാ? വാപ്പാടെ പേര് മൈദീൻ കുഞ്ഞ്. അവൻ ഗൾഫിലാ. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞൊപ്പിച്ചു. ഞാനൊന്ന് തിരക്കിട്ട് പറയാമടാ, ഇത്താ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞു കാണും ഇത്ത എന്നെ വീണ്ടും വിളിച്ചു. എടാ, നിനക്ക് എന്റെ നമ്പർ ഇവിടുന്ന് കിട്ടി? ഇത്താടെ ചോദ്യം കേട്ട് ഞാനൊന്ന് ഞെട്ടി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഓ, ഇപ്പോൾ ഒരാളുടെ നമ്പർ കിട്ടാനാണോ ഇത്താ പാട്? അതൊക്കെ ഞാൻ ഒപ്പിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്ത ഇരുത്തി ഒന്ന് മൂളി. എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ 3-4 ദിവസത്തേക്ക് ഇത്തായുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും ഇല്ലായിരുന്നു. ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് പോയതുമില്ല. പക്ഷെ ഉമ്മിച്ച ദിവസവും പോകുമായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനിയെങ്ങാനും ഞാൻ ഫോൺ വിളിച്ച കാര്യം ഉമ്മിച്ചയോട് പറയുമോ എന്ന്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇത്താടെ ഒരു കോൾ എനിക്ക് വന്നു. എന്താ ഇത്താ? ഞാൻ ചോദിച്ചു. എടാ, നീ ഒരു പയ്യന്റെ കാര്യം ചോദിച്ചില്ലേ? പക്ഷേ ആ പയ്യനെ എനിക്കറിയില്ല. പേട്ടിലെന്ന് പറയുന്ന ഒരു വീടുണ്ട്. അവിടെ ഗൾഫുകാരൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ആ, അത് പോട്ടിത്താ, ഞാൻ വേറെ അന്വേഷിച്ചോളാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇനി വേറെ എന്തുവാടാ? നിനക്ക് ബ്രോക്കർ പണിയാണോ? ഓ, അതല്ലിത്താ. ഞാൻ ഇത്തായുടെ ഒരു കാര്യം ചോദിച്ചാൽ ഇത്ത എന്നെ വഴക്ക് പറയുമോ? എന്താടാ കാര്യം? നീ വേഗം കാര്യം പറയ്, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഓ, അല്ലെങ്കിൽ പിന്നെ പറയത്താ. ഞാൻ പേടിച്ചു പോയി. ഇത്ത പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. കുറച്ചു ദിവസം ഞാൻ വിളിക്കാനൊന്നും പോയില്ല. ഒരു ദിവസം വീട്ടിൽ നിന്ന് ബൈക്കുമെടുത്ത് ഞാൻ ടൗണിലേക്ക് പോയപ്പോൾ ഇത്ത വീടിന്റെ സൈഡിൽ നിൽക്കുന്നു. എന്നെ കണ്ടൊന്ന് ചിരിച്ചു. ഞാനും ഒന്ന് ചിരിച്ചു.
ആരുമാരും ഒന്നും മിണ്ടിയില്ല. ഞാൻ ബൈക്ക് ഓടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്താ ഇത്ത രാത്രിയിൽ? ഒരുപാട് ദിവസമായല്ലോ. എടാ വേറൊന്നുമല്ല, ഞാനൊരു സ്ത്രീയാണ്. നാളെ ഒരു പ്രശ്നം വന്നാൽ അത് എന്നെയും എന്റെ പിള്ളാരെയും ബാധിക്കും. മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ നാത്തൂനാണെങ്കിൽ ഒരു സംശയരോഗിയാ. ഒന്നിന് 100 പറഞ്ഞുകൊണ്ട് നടക്കും. അതാ പിന്നെ ഞാൻ വിളിക്കാഞ്ഞത് നിന്നെ. പിന്നെ നീ എന്തോ അന്ന് വിളിച്ചപ്പോൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതറിയാൻ ഇത്തായ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലോർത്തു. ഇപ്പോഴത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏയ് അതൊന്നുമില്ലിത്ത, അത് ചുമ്മാതാ. എന്തോ നിനക്ക് എന്നോട് പറയാനുണ്ട്. എന്താണെങ്കിലും പറയടാ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പതിവിന് വിപരീതമായി ഇത്തായുടെ ആ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ എനിക്കും ഒരു ധൈര്യമൊക്കെ തോന്നിത്തുടങ്ങി. അത് ഇത്ത എന്റെ ഫ്രണ്ട് ആകുമോ എന്ന് ചോദിച്ചതാ. ഇത്ത ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ ഇതാണോടാ കാര്യം? ആയിക്കോട്ടെ, ഇന്നു മുതൽ നീ എന്റെ ഫ്രണ്ട് ആയിക്കോ. ഞാനും ചിരിച്ചു. എനിക്ക് സന്തോഷമായി. അങ്ങനെ ഹസീനത്ത എന്റെ ഫ്രണ്ടായി മാറി. എല്ലാ ദിവസവും രാത്രികളിൽ ഇത്ത എന്നെ വിളിക്കും. ആദ്യമൊക്കെ ഞാൻ ഇത്തായോട് ശകലം മസിൽ പിടിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ പിന്നെ അവരുടെ പേഴ്സണൽ കാര്യമൊക്കെ അവർ എന്നോട് പറയാൻ തുടങ്ങി. കെട്ടിയോന്റെ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു. കെട്ടിയോനാകട്ടെ ഒരു ഭാര്യ എന്ന പരിഗണനയോ അവരുടെ വീട്ടുകാർ ഒരു മരുമകൾ എന്ന പരിഗണനയോ ഒന്നും എനിക്ക് തരുന്നില്ലടാ. ഇത്ത എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇത്തയെ പോലെ ഇത്രയും ഗ്ലാമറുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിയേനെ. ഇത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ എന്തോന്ന് ഗ്ലാമറാടാ. എനിക്കാണെങ്കിൽ പ്രായമായി. മാത്രമോ 2 പിള്ളേരുടെ തള്ളയുമായി. പിന്നെ അത് കാണുന്ന ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ? അത് ശരി, കാണുന്നവർക്ക് എന്താടാ തോന്നുന്നത്? ഇത്തായുടെ ചോദ്യം. മറ്റുള്ളവരുടെ കാര്യം ഇത്തായി എനിക്കറിയില്ല. എനിക്ക് ഇത്തായെ കണ്ടിട്ട് നല്ല സൂപ്പറാണെന്നാ തോന്നുന്നത്. അത് കേട്ട് ഇത്ത കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ആള് കൊള്ളാമല്ലോടാ കൊച്ചു കള്ളാ. സത്യമായിത്താ ഞാൻ പറഞ്ഞത്. ഇത്ത ഒരു വാക്ക് മൂളിയാൽ മതി, ഇത്തായെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാം. ഒന്ന് പോടാ അവിടുന്ന്. നിന്റെ ഒരു കാര്യം. എടാ എനിക്ക് 2 കൊച്ചുങ്ങളുണ്ട്. എന്റെ കെട്ടിയവനിത് അറിയണ്ട. ഇത്ത ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങാനായി കിടന്നപ്പോഴാണ് ഇത്ത വിളിച്ചത്. അല്ല, നീ ഇപ്പോൾ എന്റെ ഫോൺ മാത്രം നോക്കിയിരിക്കുവാണോ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോടാ. ഇത്ത പറഞ്ഞു. ഓ ഇനി ഞാനങ്ങോട്ട് വന്ന് നിങ്ങളുടെ നാത്തൂന് സംശയമുണ്ടാക്കണ്ട എന്ന് കരുതി. അതല്ലടാ, നീയൊക്കെ ആദ്യം കാണിക്കുന്ന ഈ താല്പര്യമെല്ലാം കുറെ കാലം കഴിയുമ്പോൾ പിന്നെ കൂട്ടുകാരുടെ അടുത്ത് ആളാകാൻ വേണ്ടി അവരോടൊക്കെ എല്ലാം പറയും. പിന്നീട് അത് എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്കാണ് നാണക്കേട്. ഏയ് ഞാൻ അത്തരക്കാരനൊന്നും അല്ലിത്ത. എനിക്കങ്ങനെ കൂട്ടുകാരും അധികം ഒന്നുമില്ല. നിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ നിങ്ങൾ ആൺപിള്ളാരുടെ കാര്യമാ പറഞ്ഞത്. നീ ആള് ഡീസന്റ് അല്ലേ? ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യുക. നീ ഇങ്ങോട്ട് വാ. നാത്തൂന് ഇവിടെ ഇല്ലടാ. അപ്പച്ചിയുടെ വീട് വരെ പോയി, നാളെയേ വരൂ. ഇത്താ പറഞ്ഞു. ഇത്തായുടെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത്തായിക്ക് എന്തൊക്കെയോ ആഗ്രഹമുണ്ടെന്ന്. അതിനെന്താ ഇത്താ, ഞാൻ സന്ധ്യയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. സന്ധ്യയ്ക്കൊന്നും വരണ്ടടാ നീ. എനിക്ക് നിസ്കരിക്കുകയൊക്കെ ചെയ്യണം. നീ ഒരു കാര്യം ചെയ്. നീ ഒരു 9 മണി കഴിഞ്ഞ് വാ. അപ്പോഴത്തേക്ക് പിള്ളാരൊക്കെ അങ്ങ് ഉറങ്ങും. നമുക്ക് ഇവിടെ ഇരുന്ന് കൊച്ചുവർത്തമാനമൊക്കെ പറയാം. കൊച്ചുവർത്താനം മാത്രം പറഞ്ഞാൽ മതിയോ? ഓ അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ. ഇത്ത ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്റെ മനസ്സാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. എത്രയും വേഗം ഒന്ന് 9 മണി ആയെങ്കിലെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു.